അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. നാം ഏറ്റവുമധികം സ്നേഹിക്കുന്നവർക്കാണ് പലപ്പോഴും നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനു പകരം അവരുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. ജീവിതം മനോഹരമായിരിക്കും. ഒരിക്കൽ ഭംഗി നഷ്ടപ്പെട്ടാൽ പിന്നീട് അതേ ഭംഗിയോടെ ഊട്ടിയുറപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് പരസ്പര വിശ്വാസം. ചില നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒത്തിരി മുന്നോട്ട് പോയിരിക്കും. അപ്പോഴേക്കും നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിലും ദൂരത്തേക്ക് ആ നഷ്ടവും അകന്നു പോയിട്ടുണ്ടാവും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. നമ്മുടെ മുഖത്ത് നോക്കി കുറ്റം പറയുന്നവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുക. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ മറുപടിയും നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനും അതുമാത്രമാണ്. ജന്മം കൊണ്ട് സൗന്ദര്യം നേടാത്തത് മനുഷ്യൻ്റെ തെറ്റല്ല. പക്ഷേ സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സൗന്ദര്യം നേടാത്തത് മനുഷ്യൻ്റെ മാത്രം തെറ്റാണ്. അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കും. വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞവർ മറന്നാലും കേട്ടവർ മരണം വരെ മറക്കില്ല. നിങ്ങളിൽ ഈ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലുള്ള സ്നേഹം, നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം. തേൻ പോലെ മധുരിക്കണമെങ്കിൽ തേനീച്ചയെപ്പോലെ ഒത്തൊരുമയോടെ ജീവിക്കണം. അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ചിലർക്ക് പകരമായി നമുക്ക് വേറെ ആരെയും കണ്ടെത്താനാവില്ല. അത് സൗഹൃദങ്ങളിലായാലും ജീവിതത്തിലായാലും. ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവുണക്കാനോ ഒന്ന് ക്ഷമ പറയാനോ പോലും പിന്നീട് ഒരു അവസരം ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ അറിഞ്ഞ് നൽകുമ്പോഴാണ് ആ ബന്ധം മനോഹരമാകുന്നത്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ 1000 പ്രശ്നങ്ങൾ കാണാം. അവസരങ്ങളിലേക്ക് നോക്കിയാൽ 1000 അവസരങ്ങൾ കാണാം. രണ്ടും എന്നും എപ്പോഴും എല്ലായിടത്തുമുണ്ട്. എവിടെ നോക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഈ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് മനുഷ്യൻ്റെ മനസ്സാണ്. ചിലർ നമ്മളെ അത്ഭുതപ്പെടുത്തും. ചിലർ നമുക്ക് കൂട്ടാകും. ചിലർ നമ്മളെ വിട്ടുപോകും. ഒന്നും അവസാനമല്ല. ഒരു അസ്തമയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠരോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സമാനതകളില്ലാത്തവരാണ്. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായി ചെയ്യുക. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം തീർക്കേണ്ടത്
നമ്മൾ തന്നെയാണ്.